Hi everyone, this is Jabin Xavier. What's on my iPhone? എൻ്റെ ഐഫോണിൽ എന്തൊക്കെയാണ് കറക്റ്റായിട്ട് ഞാൻ യൂസ് ചെയ്യാറ് ആ ഒരു കാര്യം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ടാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓരോ ആപ്ലിക്കേഷൻസും ആപ്ലിക്കേഷൻ്റെ യൂസ് ചെയ്യുന്ന വിജിറ്റുകളും എല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു ഫോണിൻ്റെ കേസ് ചെയ്യുന്നുണ്ട് iPhone 17 അത്യാവശ്യം നല്ല ലുക്കായിട്ടില്ലേ, എനിക്കിഷ്ടപ്പെട്ടു. ആൻഡ് ഇതൊരു ഹാർഡ് കേസാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല കേട്ടോ, ഞാൻ പേഴ്സണലി യൂസ് ചെയ്തപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഈ വീഡിയോയിൽ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു കേസിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം, അത് ക്ലിക്ക് ചെയ്തിട്ട് ആവശ്യമുള്ളവർ വാങ്ങിച്ചോ. എന്തായാലും നല്ല കേസായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ബ്രാൻഡിൻ്റെയും അല്ലെങ്കിൽ വേറൊരു കമ്പനിയും എനിക്ക് പ്രൊമോഷനൊന്നുമല്ല, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് വന്നത്. ആൻഡ് ഇതേപോലെ എല്ലാ ആപ്പിളിലെ അടിപൊളി കാലറായിട്ട് നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഫേസ്ബുക്കിൽ കൂടെ നിങ്ങൾക്ക് നമ്മൾ ഫോളോ ചെയ്യാം. ദിസ് ഇസ് ജേബിൻ സേവിയർ, വെൽക്കം ബാക്ക് ടു എവിക്ക. വാട്ട്സ് ഓൺ മൈ ഐഫോണിൻ്റെ ഫസ്റ്റ് ലേഔട്ട് പേജിലേക്ക് നമുക്ക് നോക്കാം. ഈ ഒരു ഡിസൈനിൽ ഞാൻ യൂഷ്വലി സെറ്റ് ചെയ്യുന്ന രണ്ട് കാര്യമാണ് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് വിജിറ്റ്. ഒന്ന് ബാറ്ററിയും, രണ്ടാമത്തെ മ്യൂസിക് കൺട്രോൾസ് എന്ന് പറയുന്നത്. ഞാൻ പൊതുവേ എൻ്റെ എല്ലാ ആപ്പ് ഐക്കൺസും ഡാർക്ക് മോഡിലാണ് സെറ്റ് ചെയ്യാറ്, കാരണം എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ബ്ലാക്ക് കളറാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഡാർക്ക് മോഡും സെലക്ട് ചെയ്യാറ്. ബാറ്ററി കൺസേൺസോ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഞാൻ ചിന്തിക്കാറില്ല. യൂഷ്വലി ഞാൻ ഡാർക്ക് ഐക്കൺസാണ് സെറ്റ് ചെയ്യാറ്. അതോടൊപ്പം ഇപ്പോൾ ചില ഒക്കേഷൻസ്, അതോടൊപ്പം വാൾപേപ്പേഴ്സ് അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ആപ്പ് ഐക്കൺസ് ചിലപ്പോൾ ടിൻറ്റഡ് ആക്കും, കളർ ചെയ്യും, അല്ലെങ്കിൽ ലൈറ്റ് ആക്കും. പൊതുവേ മെജോറിറ്റി ഞാൻ ഡാർക്ക് ഐക്കൺസാണ് സെലക്ട് ചെയ്യാറ്. ഇവിടെ കൊടുത്തിരിക്കുന്ന സ്മോൾ വിജിറ്റ് ആപ്പിൾ മ്യൂസിക്കിൻ്റെയാണ്. എവിക്കയുടെ മോർണിംഗ് എസെൻഷ്യൽ പ്ലേലിസ്റ്റാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇതേപോലെ എവിക്കയുടെ കുറേയധികം ക്യൂറേറ്റഡ് ആയിട്ടുള്ള പ്ലേലിസ്റ്റുകളുണ്ട്. വർക്കിനുണ്ട്, ഫോക്കസിനുണ്ട്, അതോടൊപ്പം കുറേ യെല്ലോ എസെൻഷ്യൽസ് ഉണ്ട്. അങ്ങനെ ക്യൂറേറ്റഡ് എല്ലാ പ്ലേലിസ്റ്റും ആപ്പിൾ മ്യൂസിക് സബ്സ്ക്രൈബർ ആണെങ്കിൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, ക്യാമറയും ഫോട്ടോയും ഞാൻ പൊതുവേ ഒരുമിച്ചാണ് വെക്കാറ്. അതിൻ്റെ തൊട്ട് താഴത്ത് മാപ്സ് ഉണ്ട്, ഫേസ് ടൈം ഉണ്ട്. ആൻഡ് മൂന്നാമത്തെ റോയിൽ നിങ്ങൾക്ക് നോട്ട് എന്ന ആപ്ലിക്കേഷൻസ് കാണാൻ പറ്റും. ഇതൊക്കെ ഞാൻ ഡെയിലി പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആപ്പുകൾ. ഇതെല്ലാം ഞാൻ ഡെയിലി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഫസ്റ്റ് പേജിൽ ഞാൻ അലൈൻ ചെയ്തിരിക്കുന്നത്. അടുത്ത ഫോൾഡർ എന്ന് പറയുന്നത് ഹെൽത്ത് ആൻഡ് കെയറിൻ്റെ ഒരു ഫോൾഡറാണ്. ഇതിൽ 4 ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഒന്നാമത്തെ ഗ്രോപാൽ എന്ന ആപ്ലിക്കേഷൻസ്, അതൊരു പെയ്ഡ് ആപ്പാണ്, പക്ഷേ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടും ഉപയോഗിക്കാം. സബ്സ്ക്രിപ്ഷൻ എടുത്തില്ലെങ്കിലും ഒട്ടുമിക്ക കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഡെയിലി നിങ്ങളുടെ സ്കോർ എത്രയാണ്, നിങ്ങൾ എന്തോരം പെർഫോം ചെയ്യുന്നുണ്ട്, ആ ദിവസം നിങ്ങൾ എന്തോരം നിങ്ങളുടെ കാലറി ബേൺ ചെയ്തു, അങ്ങനെ ബേസിക്കായ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാൻ പറ്റും. താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ അതേ കണ്ടോ, സ്റ്റെപ്സ് ഉണ്ട്, സ്ലീപ്പ് ഉണ്ട്, കാലറി ബേണിംഗ് ഉണ്ട്, വാട്ടർ ഇൻടേക്ക് ഉണ്ട്, എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. താഴത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് സ്ലീപ്പിൻ്റെ ഓവർനൈറ്റിൻ്റെ വൈറ്റൽസ് ഒക്കെ അറിയണമെങ്കിൽ പ്രീമിയം എടുക്കണം. അല്ലാതെ നിങ്ങൾക്ക് ആപ്പിൾ വാച്ചിലെ ഫ്രണ്ട്സായിട്ട്, അതും നിങ്ങൾക്ക് അറിയേണ്ട, ചിലപ്പോൾ ഇൻ്റർനാഷണൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കോമ്പറ്റീഷൻ ആഡ് ചെയ്യാം. അതോടൊപ്പം കുറേയധികം കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് എല്ലാം ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഈ ഒരു ഗ്രോപാൽ എന്ന ആപ്ലിക്കേഷനിൽ ലഭിക്കുന്നുണ്ട്. അടുത്തത് ഹൈ കോഫി എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു കോഫി ലവർ ആണെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ എന്തായാലും യൂസ് ചെയ്യാം. കാരണം ഈ ഒരു കോഫി ആപ്പിൽ കുറേയധികം കോഫി ഓൾറെഡി പ്രീ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന കാപ്പിയുടെ അളവ് എന്താണ്, അല്ലെങ്കിൽ കഫീൻ എന്താണെന്ന് അറിയാൻ പാടില്ല. എന്നാലും ഒരു ഏകദേശ കണക്കിൽ ഇത്ര കഫീൻ ഉണ്ടാവും, നമ്മൾ എന്തോരം കാപ്പിയാണ് എടുത്തത്. ആഡഡ് ഡ്രിങ്കിൽ നോക്കുമ്പോൾ കുറേയധികം കമ്പനീസും അതോടൊപ്പം അവരുടേതായ ഓരോരോ കപ്പ് ഓഫ് കോഫീസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എന്തോരം മീഡിയം ആണോ ലാർജ് ആണോ എല്ലാ കാലം നമുക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ ആ കറക്റ്റ് കഫീൻ ഇൻടേക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് സ്ലീപ്പിന് എന്തെങ്കിലും ഇൻട്രപ്ഷൻ വരുമോ, കഫീൻ കുടിക്കുമ്പോൾ ഈ പറഞ്ഞ ഉറക്കത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ, നിങ്ങളുടെ ഉറക്കം സ്ലോ ആകുമോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ ഒരു ആപ്ലിക്കേഷൻ ഈസി ആയിട്ട് പറഞ്ഞുതരും. അടുത്തത് ഡ്രിങ്ക് വാട്ടർ റിമൈൻഡർ എന്ന് പറയുന്നത്. വെള്ളം കുടിക്കാൻ റിമൈൻഡർ വെച്ചിരിക്കുന്നത്. കാരണം വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്, എല്ലാവരും ചെയ്യേണ്ടത്. നമ്മുടെ ബേസിക് തിങ്സിലൊന്നാണല്ലോ വെള്ളം കുടിക്കുക. അതുകൊണ്ട് ഞാനൊരു ഡ്രിങ്കിങ് വാട്ടറിൻ്റെ റിമൈൻഡർ വെച്ചിട്ടുണ്ട്. 4ാമത്തെ ആപ്ലിക്കേഷൻ ആസ് ഓൾവേസ് ആപ്പിൾ ഹെൽത്ത് ആണ്. എൻ്റെ എല്ലാ കാര്യങ്ങളും ഹെൽത്ത് റിലേറ്റഡ് ഞാൻ ഇവിടെയാണ് സേവ് ചെയ്യാറ്. എൻ്റെ മെഡിക്കേഷൻസ്, ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ തന്നെയാണ് സേവ് ചെയ്യാറ്. ഇനി താഴത്തേക്ക് പോകുമ്പോൾ കുറേയധികം ഡാറ്റാസ് ഉണ്ട്. നമുക്ക് ഈ പറഞ്ഞ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഉണ്ട്, ബ്ലഡ് ഓക്സിജൻ, വാട്ടർ ഇൻടേക്ക് എന്തോരാണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാൻ ആപ്പിൾ ഹെൽത്ത് ഞാൻ പ്രൈമറി ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ക്ലോക്ക് ഉണ്ട്, പിന്നെ ആപ്പ് സ്റ്റോർ ഉണ്ട്, കലണ്ടർ ഉണ്ട്. ഏറ്റവും അവസാനമുള്ള 2 ഫോൾഡേഴ്സിൽ ഒന്നാമതാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയ ഞാൻ എപ്പോഴും ഒരു ഫോൾഡറിലാക്കി വെക്കും, എല്ലാം ഒറ്റ കുടക്കീഴിൽ എന്നുള്ള കോൺസെപ്റ്റ് പോലെ തന്നെ. ഇൻസ്റ്റഗ്രാം, ടെലിഗ്രാം, വാട്സാപ്പ്, ഫേസ്ബുക്ക്, എക്സ്, ട്രെൻഡ്സ്, ഡിസ്കോഡ് എന്നീ പറഞ്ഞ എല്ലാ ആപ്ലിക്കേഷൻസും സോഷ്യൽ മീഡിയ നമ്മുടെ വിക്കൊക്കെ വേണ്ടിയുള്ള
എല്ലാ സോഷ്യൽ മീഡിയയും ഒരു സ്ഥലത്ത് തന്നെ ചെയ്യാനാണെങ്കിൽ എനിക്ക് ഈസിയാണ്. മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസ് അവിടെ ഇവിടെ ഒക്കെ ചിന്നിച്ചിത്ര കിടക്കുകയാണെങ്കിൽ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, നമുക്ക് സമയവും വെറുതെ വേസ്റ്റ് ആയിരിക്കും. പിന്നെ യൂട്യൂബിന് വേണ്ടി YT എന്നുള്ള ഫോൾഡർ ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, യൂട്യൂബ് സ്റ്റുഡിയോ ഉണ്ട്, യൂട്യൂബ് മ്യൂസിക് ഉണ്ട്. ഈ പറഞ്ഞ 3 ആപ്ലിക്കേഷൻസും ഒറ്റ ഫോൾഡറായിട്ടും ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഐഫോൺ സെറ്റിങ്സിൻ്റെ ഒരു ആപ്ലിക്കേഷനാണുള്ളത്. താഴത്തെ ഡോക്കിൽ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് 4 ആപ്ലിക്കേഷൻസാണ്. ഈ 4 ആപ്ലിക്കേഷൻസും ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലേഔട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഫോൺ ആപ്പ്, രണ്ടാമത്തെ നമ്മുടെ നോർമൽ മെസ്സേജിങ് ആപ്ലിക്കേഷൻ, മൂന്നാമത്തെ സഫാരി ആപ്ലിക്കേഷൻ, നാലാമത്തത് ആപ്പിൾ മ്യൂസിക് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ആപ്പിൾ യൂസർ ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം ഞാൻ ഗൂഗിൾ ക്രോം ഭയങ്കര കുറവായിട്ടാണ് യൂസ് ചെയ്യുന്നത്. മാക്കിലായാലും ഞാൻ ഭയങ്കര കുറവായിട്ടാണ് ഞാൻ ഗൂഗിൾ ക്രോം യൂസ് ചെയ്യാറ്. ഇനി സെക്കൻഡ് പേജ് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ ഒരു വലിയ വിജിറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്, കലണ്ടറാണ്. കാരണം എനിക്ക് എപ്പോഴും എൻ്റെ കലണ്ടേഴ്സും സ്കെഡ്യൂൾസും കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയും റിമൈൻഡേഴ്സും എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടിയാണ് വലിയൊരു വിജിറ്റായിട്ട് ഞാൻ ഇവിടെ അത് സേവ് ചെയ്തിരിക്കുന്നത്. താഴത്ത് കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ട്, അതുപോലെ കുറേയധികം ഫോൾഡേഴ്സും നിങ്ങൾ കാണാൻ പറ്റും. വെതർ ആപ്പ് ഉണ്ട്, സ്റ്റോക്സ് ഉണ്ട്, പിന്നെ ഫൈൻഡ് മൈ, ഹോം, ബുക്സ്, ഐട്യൂൺസ്. ഇതൊന്നും നിങ്ങൾക്ക്, അതായത് ഈ ബുക്കും ഐട്യൂൺസും ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം. ഞാനതൊന്നും നോക്കാറ് പോലുമില്ല, പക്ഷേ ഫോൺ എടുത്തപ്പോൾ ഉണ്ടായതുകൊണ്ട് ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്നു മാത്രം. പിന്നെ അതോടൊപ്പം കോണ്ടാക്ട്സ്, ട്രാൻസ്ലേറ്റ്, ഫ്രീ ഫോം, ജേണൽ, ഇതെല്ലാം ആപ്പിളിൻ്റെ തന്നെ ഇൻബിൽഡ് ആപ്ലിക്കേഷൻസ് ആണ്. ഈ ആപ്ലിക്കേഷൻസ് എല്ലാം നിങ്ങൾ iOS അല്ലെങ്കിൽ ഐഫോൺ ഓൺ ചെയ്യും തന്നെ അല്ലെങ്കിൽ ഐഫോൺ ബൂട്ടപ്പ് ചെയ്യും തന്നെ വരുന്ന പ്രീ ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷൻസ് ആണ്. അടുത്താണ് ട്രാവൽ എന്ന് പറയുന്ന ഒരു ഫോൾഡർ. ട്രാവൽ ഫോൾഡറിൽ പൊതുവേ ട്രാവൽ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാനുള്ള ആപ്പിൾ വാളറ്റ്, പിന്നെ ട്രാവൽ ചെയ്യുമ്പോൾ ബുക്ക് ചെയ്യാനുള്ള ഈ പറഞ്ഞ മേക്ക് മൈ ട്രിപ്പ്, ട്രെയിൻ യൂസ് ചെയ്യുകയാണെങ്കിൽ എക്സിയോ ട്രെയിൻ, ഫ്ലൈറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫ്ലൈറ്റ് എടുക്കുമ്പോൾ അതിൻ്റെ ഡിപ്പാച്ചർ, അതോടൊപ്പം അറൈവൽ, അതിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് ഫ്ലൈറ്റ് എന്ന ആപ്ലിക്കേഷൻസും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഫ്ലൈറ്റ് ആപ്ലിക്കേഷൻ ആക്ച്വലി ആപ്പിൾ വാച്ചിലും നമുക്ക് ഇതേപോലെ വിജറ്റായിട്ടും ഹോം സ്ക്രീനിൽ ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാം, ലൈവ് ആക്ടിവിറ്റി ആയിട്ട് സെറ്റ് ചെയ്യാം. അങ്ങനെ കുറേയധികം ഓപ്ഷൻസ് ഫ്ലൈറ്റ് എന്ന ആപ്ലിക്കേഷൻ ഉണ്ട്. പക്ഷേ ചില സമയത്തല്ല, എല്ലാ ഓപ്ഷൻസും നിങ്ങൾക്ക് അൺലോക്ക് ആക്കണമെങ്കിൽ പ്രീമിയം എടുക്കേണ്ടി വരും ഫ്ലൈറ്റ് ആപ്ലിക്കേഷൻസിൽ. അതോടൊപ്പം വേറൊരെണ്ണം കൂടെ ഉണ്ട്, ഹെൽത്ത് ആൻഡ് കെയർ ഫിറ്റ്നസ്സിന്. ഇത് ആപ്പിൾ വാച്ചിന് മാത്രം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആപ്പിൾ വാച്ചിന് മാത്രമായിട്ട് സെലക്ട് ചെയ്ത ഒരു കാറ്റഗറി ഓഫ് ഫോൾഡേഴ്സാണ്. ആപ്പിൾ വാച്ച് ഹാർട്ട് അനലൈസർ എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ ഹാർട്ട് അനലൈസർ എന്ന് പറയുമ്പോൾ നമുക്ക് ആപ്പിൾ വാച്ചിൽ ഒരു ചെറിയ പുതിയൊരു വിജിറ്റ് അല്ലെങ്കിൽ ചെറിയൊരു കോംപ്ലിക്കേഷൻ കിട്ടാൻ വേണ്ടിയാണ് ആപ്പിൾ വാച്ചിൻ്റെ ഹാർട്ട് അനലൈസർ ഞാൻ വെച്ചിരിക്കുന്നത്. മൂന്നാമത്തെ ഫിറ്റ്നസ് ആപ്ലിക്കേഷൻ. ഈ 2 ആപ്ലിക്കേഷൻസും വാച്ചും ഫിറ്റ്നസ്സും ആപ്പിളിന് തന്നെ സ്വന്തം ആപ്ലിക്കേഷൻസാണ്. അടുത്തൊരു ഫോൾഡറാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. വോയിസ് മെമ്മോ ഉണ്ട്, കോമ്പസ് ഉണ്ട്, മെഷർ ഉണ്ട്, മാഗ്നിഫയർ, കാൽക്കുലേറ്റർ, ഷോർട്ട് കട്ട്, പാസ്വേഡ്. ഇതെല്ലാം ആപ്പിളിന് തന്നെ ആപ്ലിക്കേഷൻസ് ആണ്. യൂട്ടിലിറ്റീസിൽ വേറെ ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. അടുത്ത ആപ്ലിക്കേഷൻസ് ഗൂഗിളാണ്. ഗൂഗിളിൻ്റെ ഒട്ടുമിക്ക ആപ്ലിക്കേഷൻസും ഞാനിവിടെ യൂസ് ചെയ്യുന്നത് എൻ്റെ ഡെയിലി പേർപ്പസിനും യൂട്യൂബ് പേർപ്പസിനുമാണ്. ഗൂഗിൾ മാപ്സ്, മെയില്, ഫോട്ടോസ്, ഡ്രൈവ്, ജെമിനി, ഗൂഗിൾ ഹോം ആൻഡ് ഗൂഗിൾ വൺ എന്ന് പറയുന്നത്. ഗൂഗിൾ വൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രീമിയം സബ്സ്ക്രിപ്ഷൻസ് ഒക്കെ എടുക്കില്ലേ, ആ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ്റെ ഫുൾ ഡാറ്റാസും ഡീറ്റെയിൽസും അറിയാൻ ഏറ്റവും നല്ല മാർഗ്ഗം ഗൂഗിൾ വൺ ആണ്. സോ അതും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത ഫോൾഡറാണ് ഫോട്ടോസ് ആൻഡ് വീഡിയോ എന്ന് പറയുന്നത്. നമ്മുടെ ഫോണിലെടുക്കുന്ന വീഡിയോസും ബാക്കി കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാനും കളർ ഗ്രേഡ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻസിൻ്റെ ഫോൾഡറാണത്. ക്യാൻവ ഉണ്ട്, ഇൻഷോട്ട് ഉണ്ട്, ലൈറ്റ് റൂം ഉണ്ട്, പ്രിൻട്രസ്റ്റ് ഉണ്ട്, നമുക്ക് സ്നാപ്സീഡ്, VN, അതോടൊപ്പം ഇൻസ്റ്റാഗ്രാമിൽ തന്നെ സ്വന്തം എഡിറ്റ്സ് എന്ന ആപ്ലിക്കേഷനും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഈ ഇൻസ്റ്റാഗ്രാമിൽ റീലൊക്കെ ഇടുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ, വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ എഡിറ്റ്സ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു CapCut ഇപ്പോൾ വല്ലാണ്ട് ഡൗൺ ഗ്രേഡിലേക്ക് പോകുന്നുണ്ട്. ഈ ഒരു എഡിറ്റ് എന്ന ആപ്ലിക്കേഷൻ അത്യാവശ്യം നല്ല രീതിക്ക് പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്. അടുത്ത ഒരു പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന ഫോൾഡറിലെ ആപ്ലിക്കേഷൻസാണ് നോഷൻ. നമുക്ക് പൊതുവെ അറിയാവുന്ന പോലെ എല്ലാ കാര്യങ്ങളും ലിസ്റ്റ് ചെയ്യാനും നമ്മുടെ ടു ഡു ലിസ്റ്റ്, നമുക്ക് വേണ്ട സ്ക്രിപ്റ്റ്, അതിനെല്ലാം നോഷൻ യൂസ് ചെയ്യാം. ആർക്ക് സെർച്ച് എന്ന് പറയുന്നത് ഒരു AI ബേസ്ഡ് ആയിട്ടുള്ള സെർച്ച് എഞ്ചിനാണ്. ഇപ്പോൾ ഞാൻ ഓഫ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എനിക്ക് കുറച്ചധികം ആപ്ലിക്കേഷൻ്റെ ആവശ്യം വരുമ്പോൾ ഞാൻ ആർക്ക് സെർച്ചാണ് യൂസ് ചെയ്യാറ്. പിന്നെ നമ്മുടെ സ്വന്തം ChatGPT, നോഷൻ്റെ കലണ്ടർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ. അടുത്ത മൂന്നാമത്തെ ലേഔട്ടിലേക്ക് നമുക്ക് നോക്കാം. മൂന്നാമത്തെ ലേഔട്ടിൽ നോക്കുമ്പോൾ ആപ്പിൾ ന്യൂസ് നമുക്കിവിടെ ഉണ്ട്, ആപ്പിൾ ടിപ്സ്, ട്രൂ കോളർ, റിമൈൻഡർ, ആപ്പിൾ TV, ആപ്പിളിന് തന്നെ മെയിൽ, പോഡ്കാസ്റ്റ്. അടുത്തൊരു ഫോൾഡറാണ് ഫിനാൻസ് എന്ന് പറയുന്നത്. ഫിനാൻസ് ഫോൾഡറിൽ എല്ലാ ബാങ്കിങ് ആപ്ലിക്കേഷൻസും അതോടൊപ്പം ഫിനാൻഷ്യലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ഫോൾഡറാണ്. കോട്ടക്ക്, ഫോൺ പേ, ഗൂഗിൾ പേ, പോളിസി ബസാർ, ഇൻഡി മണി, പിന്നെ ഗൂഗിളിൻ്റെ ഒതൻറ്റിക്കേറ്റർ, പിന്നെ വസീറെക്സ്, പേപ്പാൽ, നമ്മുടെ HDFC ബാങ്കിൻ്റെ ഒരു ആപ്ലിക്കേഷൻ,
ഒരു ഫീ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ, ജൂപ്പിറ്റർ, നിയോ, മൊബിക്വിക്ക് എന്നീ പറഞ്ഞ എല്ലാ ഫൈനാൻഷ്യലും ബാക്കി എല്ലാ ഡീറ്റെയിൽസും, അതായത് ക്യാഷിൻ്റെ എല്ലാ കാര്യം ഞാൻ ഇതേപോലെ ഫൈനാൻസ് എന്ന ആപ്ലിക്കേഷൻ ഫോൾഡറിലാണ് സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഗീക്ക് ബെഞ്ച് ഉണ്ട്. നമ്മുടെ ഓരോ അപ്ഡേഷൻസിന് ശേഷവും ഞാൻ ഗീക്ക് ബെഞ്ച് ട്രൈ ചെയ്ത് നോക്കും. അതിൻ്റെ ട്രയൽസും റൺസ് എല്ലാം നമുക്കൊന്ന് കറക്റ്റായിട്ട് മനസ്സിലാണെങ്കിൽ ഗീക്ക് ബെഞ്ചിൻ്റെ ഒരു പ്രീമിയം വേർഷൻ എടുക്കണം. അതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ. പിന്നെ ആപ്പിൾ സപ്പോർട്ട് എന്ന ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇൻസ്റ്റാൾ ചെയ്യുക. കാരണം ആപ്പിൾ സപ്പോർട്ട് എല്ലാ യൂസേഴ്സിനും ആവശ്യമുള്ള, ഐഫോൺ യൂസർ ആണെങ്കിൽ മാത്രമല്ല ആപ്പിളിൻ്റെ എന്ത് പ്രൊഡക്റ്റ് നിങ്ങളുടെ ഉണ്ടെങ്കിലും ഐഫോണിൽ ഈ ഒരു ആപ്പിൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ ഈ ഒറ്റൊരു ആപ്ലിക്കേഷൻ മതി. ആപ്പിളിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ആപ്ലിക്കേഷനാണ്. നിങ്ങളുടെ എല്ലാ ആപ്പിൾ ഡിവൈസും ഇവിടെ ലിസ്റ്റ് ചെയ്യും. ബാക്കി എല്ലാ ഡിവൈസും നിങ്ങൾക്ക് സെറ്റിങ്സിൽ ആക്സസ് ചെയ്യാൻ പറ്റുമെങ്കിലും അതിൻ്റെ സബ്സ്ക്രിപ്ഷൻസും പാസ്വേഡും ആപ്പിൾ കെയറും എല്ലാം ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ ഈ ഒരു സപ്പോർട്ട് എന്ന ആപ്ലിക്കേഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ലൊക്കേഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒഫീഷ്യൽ ആപ്പിൾ സ്റ്റോഴ്സും സർവീസ് സെൻറ്റേഴ്സും എല്ലാം ഈസി ആയിട്ട് ഈ ഒരേ ഒരു ആപ്ലിക്കേഷൻസും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ ഊബർ, ബുക്ക് മൈ ഷോ, ആമസോൺ, ഫാൻ കോഡ്, ഈ ഫുട്ബോൾ, ക്യാമറ കണക്ട് എന്ന് പറയുന്നത് നമ്മുടെ കാനോൺ ക്യാമറയായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻസാണ്. ജിയോ ഇൻടു ലൈവ് എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നോർമൽ ഫോട്ടോസ് ഒരു 3D ഫോട്ടോയിലേക്ക് റെൻഡർ ചെയ്യണമെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. H&Mൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആപ്പിൾ സ്റ്റോർ, ഇന്ത്യയിൽ ഇപ്പോൾ ആപ്പിൾ സ്റ്റോർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ വെബ്സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്തില്ലെങ്കിലും ആപ്പിൾ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാ ആപ്പിൾ പ്രോഡക്റ്റുകളും വാങ്ങിക്കാൻ പറ്റും. പിന്നെ ആപ്പിളിൻ്റെ പ്ലേ ഗ്രൗണ്ട്, അതായത് ഇമേജ് പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, ഫയൽസ്, പോർട്ടർ, F1, ഫോർമുല 1. ഇതാണ് തേർഡ് പേജിൻ്റെ ലേഔട്ട് എന്ന് പറയുന്നത്. ഫോർത്ത് ആൻഡ് ഫൈനൽ പേജാണ് ലേഔട്ട് 4 എന്ന് പറയുന്നത്. ലേഔട്ട് 4ൽ ഏറ്റവും ആദ്യം കാണുന്ന ഓഫ്ലോഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന ഹോളി ലാൻഡിൻ്റെ മൈക്കിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. പിന്നെ സൊമാറ്റോ NFC ടൂൾ വിഡ്ജി എന്ന് പറയുന്നത്. ഈ ഞാൻ പറഞ്ഞില്ലേ, ചില സമയത്ത് എനിക്ക് തോന്നുമ്പോൾ ഒരു പെട്ടെന്ന് ഒരു പീക്ക് മോട്ടിവേഷൻ പോലെ തോന്നുമ്പോൾ എനിക്ക് ഫുൾ ഡിവൈസ് ഒന്ന് കസ്റ്റമൈസ് ചെയ്ത് തോന്നും. അപ്പോൾ വിഡ്ജി യൂസ് ചെയ്യും. പിന്നെ ഡെവലപ്പർ, ആപ്പിളിൻ്റെ ഡെവലപ്പർ ഉണ്ട്, ലെൻസ് കാർട്ട് ഉണ്ട്, ഡിജി ലോക്കർ, ഫിഗ്മ, ജിയോ ഹോട്ട്സ്റ്റാർ. അടുത്തൊരു ഫോൾഡറാണ് കൂൾ ആപ്സ് എന്ന് പറയുന്നത്. ഈ ഓരോ ആപ്ലിക്കേഷൻസും ഐഫോണിലെ ഹിഡൻ ജെംസ് ആണ്. ഐഫോൺ യൂസേഴ്സ് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായ ഐഫോൺ ആപ്ലിക്കേഷൻസ് ആണ് ഇതെല്ലാം. ഇതിൻ്റെ എല്ലാം ഡെഡിക്കേറ്റഡ് ആയ വീഡിയോ റീൽസ് ആയിട്ടൊക്കെ നമ്മുടെ ചാനൽ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ ആപ്ലിക്കേഷൻസ് ഇപ്പം മൈ മൈൻഡ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഏത് ഓപ്ഷനിൽ നിന്നും, അത് നമ്മുടെ ഐഫോണിൽ നിന്ന് എന്ത് കണ്ടാലും നമുക്കത് സേവ് ചെയ്ത് വെക്കണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ ആപ്ലിക്കേഷനാണ് മൈ മൈൻഡ് എന്ന് പറയുന്നത്. ലെഫ്റ്റ് എന്ന് പറയുന്നത് ഒരു സിമ്പിളായിട്ട് മാസത്തിൽ എത്ര ദിവസം ഇപ്പോൾ കഴിഞ്ഞു, ഒരു വർഷത്തിൽ ഇനി എത്ര ദിവസം ബാക്കിയുണ്ട് എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും അറിയാനാണ് ലെഫ്റ്റ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ. ഫ്ലിപ്പ് ലോക്ക്, പിന്നെ ഈ ഒരു കാംബ്രിയ എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് യോഗ ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് കുറച്ച് മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ള ഒരു കാര്യത്തിനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ. റേഡിയൻസ് എന്ന് പറയുന്നത് എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രീ ആപ്പിൾ വാൾപേപ്പേഴ്സിനുള്ള ഒരു ആപ്ലിക്കേഷൻസാണ്. പിന്നെ ഒരു ക്ലോക്കിൻ്റെ ഒരു വെച്ചിട്ടുണ്ട്, ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞൊരു വെച്ചിട്ടുണ്ട്. ബ്ലാക്ക് ഹോൾ ആക്ച്വലി നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ട്വിറ്റർ എന്നീ പറഞ്ഞ എല്ലാ സോഷ്യൽ മീഡിയയിലെയും വീഡിയോയുടെ ആ ഒരു ലിങ്ക് ഷെയർ ചെയ്താൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനാണ് ബ്ലാക്ക് ഹോൾ എന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്. ആൻഡ് തൊട്ടപ്പുറത്ത് നിങ്ങൾക്ക് ആപ്പിളിൻ്റെ തന്നെ ഫിറ്റ്നസിൻ്റെ ഒരു വിജിറ്റ് കാണാൻ പറ്റും. ക്ലോക്സ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ, ഫൈനൽ കട്ട് ക്യാമറ. ചില കറക്റ്റ് ഒക്കേഷൻസിൽ മാനുവൽ കൺട്രോളിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് ഫൈനൽ കട്ട് ക്യാമറ ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ബ്ലാങ്ക് എന്ന ആപ്ലിക്കേഷൻ ഉണ്ട്, ആപ്പിൾ ഗെയിംസ് ഉണ്ട്, പ്രിവ്യൂ ആൻഡ് VLC പ്ലെയർ ആണ് എൻ്റെ ഡിവൈസിലെ 4th ലേഔട്ടിലും കാണാൻ പറ്റുന്നത്. സോ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ എന്തൊക്കെയാണ് എൻ്റെ ഐഫോണിൽ ഞാൻ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ്, ഞാൻ ഹെൽത്തിന് എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, എൻ്റെ ട്രാവലിങ്ങിന് എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ പുതിയ ആപ്ലിക്കേഷൻസും അറിയാൻ പറ്റി. ഇതിലും ബെറ്ററായ ആപ്ലിക്കേഷൻസും കാര്യങ്ങളുണ്ടെങ്കിൽ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോയുടെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ലേഔട്ട് കാണിച്ചു, എൻ്റെ കൺട്രോൾ സെൻറ്റേഴ്സും ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റി. ഇതേപോലെ തന്നെ നിങ്ങളുടേതായ കുറേ കസ്റ്റമൈസേഷൻ ഉണ്ടാവും. അത് നമ്മുടെ എവിക്ക പേജ്, ഇൻസ്റ്റാഗ്രാം എവിക്കൻ പേജിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ടാഗ് ചെയ്തിടുക. നമുക്കത് റീപോസ്റ്റ് ചെയ്യാം. ചിലപ്പോൾ അത് കാണുമ്പോൾ വേറൊരാൾക്ക് ഇത് കൊള്ളാമെന്ന് തോന്നുമ്പോൾ അതനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാൻ അവർക്കും ഒരു ഐഡിയ കിട്ടും. സോ അതും നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, ഒരു പബ്ലിക് ഇൻട്രാക്ഷൻ പോലെ. ഇതേപോലുള്ള അടിപൊളി ആപ്പിൾ കാര്യങ്ങൾ അറിയണമെങ്കിൽ എന്തിനും നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം, പക്ഷേ നമുക്ക് വലിയൊരു കാര്യം തന്നെയാണ്. ആൻഡ് ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും ഫോളോ ചെയ്യാം. Thank you so much for watching this all video. This is Yabin Sevia signing from Evika.